ഹലോ ലോയ്റ്റ് ബർത്ത്ഡേ ആഘോഷിച്ചതിന്റെ ക്ഷീണൊക്കെ കഴിഞ്ഞ് രാവിലെ എണീറ്റപ്പോൾ കുറച്ച് ലേറ്റ് ആയി എന്നുള്ളത് സത്യമാണ്. എന്റെ സൗണ്ട് ഒക്കെ കുറച്ച് മാറിയിരിക്കുന്നുണ്ട് കേട്ടോ, ജലദോഷമാണ്. ഞങ്ങളാണെങ്കിൽ കുറച്ച് പെർഫ്യൂംസിന് ക്രേസ് ഉള്ള ആൾക്കാരാട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോൾ എന്തായാലും പെർഫ്യൂംസ് വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ഞങ്ങളെ പോലെ തന്നെ ഒരു പെർഫ്യൂം ഭ്രാന്തനാണ് അളിയനും. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് കുറേ ഷോപ്സ് അറിയായിരുന്നു. ഏതൊരു സൂക്കിലോട്ടാണ് ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നത്. അവിടെ നിന്ന് തന്നെ പെർഫ്യൂംസ് ഉണ്ടാക്കിയിട്ട് വാങ്ങിക്കാനായിരുന്നു പ്ലാൻ. ആദ്യം തന്നെ പുള്ളി ആ ഗ്ലാസ്സിലോട്ട് ഒരു മാഗ്നറ്റ് ആട്ടോ ഇട്ടത്. പിന്നെ അതിന്റെ പുറത്തൂടെ ഓയിൽ ഇട്ടു. അളിയനടുത്ത് സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ടാണോ എന്നറിയില്ല, പുള്ളി നല്ല ജനറസ് ആയിട്ടാണ് ഓയിൽ ഇട്ടത്. ഓയിൽ ഇട്ടതിന് ശേഷം പുള്ളി എന്തോ ഒരു ലിക്വിഡ് അകത്തോട്ട് മിക്സ് ചെയ്തിട്ടോ. ഞാൻ വിചാരിച്ചത് വെള്ളമാണെന്ന്, പക്ഷെ അത് എന്തിൻ്റെയോ ബേസ് ആണ്, പെർഫ്യൂമിന്റെ ബേസ് ആണ്. പിന്നെ ആ മെഷീൻ അങ്ങ് ഓൺ ആക്കിയപ്പോഴത്തേക്ക് ആ മാഗ്നറ്റ് അങ്ങ് കിടന്ന് കറങ്ങി തുടങ്ങി. അപ്പോൾ ഈ ഓയിലും ബേസും കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ആയി കിട്ടി. ഇത്രയും ഓയിലൊക്കെ ഇടുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഇംപ്രസ്ഡ് ആയി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ ഒരെണ്ണോട് എടുത്തു വന്നു. അപ്പോൾ പുള്ളി വീണ്ടും ഒരു റൗണ്ട് ഓയിൽ വിട്ടു, ബേസ് വിട്ടു, വന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുത്തു കേട്ടോ. സത്യം പറഞ്ഞ ഈ കടയുടെ പേര് ഞാൻ മറന്നുപോയി. പക്ഷേ ഈ സൂക്കിന്റെ പേര് അൽജാബർ സൂക്ക് എന്നാട്ടോ. ഖത്തറിലെ ഏറ്റവും പഴയ ഒരു സൂക്കാണ്, പെർഫ്യൂംസിന് മാത്രം സ്പെഷ്യലൈസ് ചെയ്തേക്കുന്ന ഒരു സൂക്കാണ്. നമ്മുടെ സൂക്ക് വാക്കിഫിന്റെ സൈഡിലായിട്ട് വരും. അപ്പോൾ മിക്സിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പുള്ളി ഒരു 50 ml ബോട്ടിൽ എടുത്ത് നമ്മുടെ മിക്സർ അതിലോട്ട് ഇട്ടിട്ട് ഒരു ആറ്റമൈസറും ഫിക്സ് ചെയ്ത് തന്നു കേട്ടോ. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ആക്ച്വലി കൺഫ്യൂസ്ഡ് ആയി പോകും കേട്ടോ. ഓരോ സ്മെല്ലിനേക്കാളും നല്ലതായിരിക്കും വേറെ ഒരെണ്ണം. അപ്പോൾ ഇത് എടുക്കണോ അത് എടുക്കണോ എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലായിരിക്കും അറ്റ് ലാസ്റ്റ്. ഞങ്ങൾ എന്താണെങ്കിലും അത്ര റിസ്ക് ഒന്നും എടുക്കാൻ പോയില്ല, കാരണം ഇത് ജർമ്മനിയിലോട്ട് കൊണ്ടുപോകേണ്ടതായതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ട്രൈ ചെയ്തിട്ടുള്ള സെൻഷ്വൽ എന്ന് പറയുന്ന ഫ്രാഗ്രൻസും ബറാക്കത്ത് എന്ന് പറയുന്ന ഫ്രാഗ്രൻസ് ആണ് എടുത്തത്. ഈ കുഞ്ഞു കുഞ്ഞു ബോക്സുകളിലൊക്കെ ഇരിക്കുന്നതും ഈ കുന്തിരിക്കൊക്കെ പോലെ ഇരിക്കുന്നതുണ്ടല്ലോ, ഒരു ടൈപ്പ് ഓഫ് ഫൂഡാണ് ഇത്. അറബികളാണ് കൂടുതൽ യൂസ് ചെയ്യുക. പിന്നെ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ചെറുതായിട്ട് കുറേ പേര് ഉപയോഗിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതൊന്നുമില്ല, ജസ്റ്റ് വീട്ടിൽ ഒരു നല്ല ഫ്രാഗ്രൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പുകയ്ക്കുന്നതാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾ കണ്ണ് തള്ളരുത് കേട്ടോ. ഇത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു ലാസ്റ്റ്. നമുക്ക് മാത്രമല്ലേ, നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും കൂടെ വാങ്ങിച്ചതാണ്. ഇത്രയൊക്കെ വാങ്ങിച്ചതുകൊണ്ട് തന്നെ ആ ചേട്ടൻ 4 എത്ര ഞങ്ങൾക്ക് ലാസ്റ്റ് പോകാൻ നേരത്ത് ഫ്രീ ആയിട്ട് തന്നു കേട്ടോ. അപ്പോൾ കുറേ നാളത്തേക്കുള്ള പെർഫ്യൂം ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഞങ്ങളുടെ പുറകെ തന്നെ പുള്ളിയും കടയും പൂട്ടി ഇറങ്ങി. കാരണം പുള്ളിക്ക് ഇനി ഒരു കച്ചവടം ആവശ്യമില്ല, ഇന്നത്തെ ഫുൾ കച്ചവടം ഞങ്ങളിൽ നിന്ന് തന്നെ കിട്ടി പുള്ളിക്ക്. കഴിഞ്ഞില്ല ഗൈസ്, അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അൽജാബർ സൂക്കിൽ തന്നെ വേറൊരു പെർഫ്യൂം ഷോപ്പിലോട്ടാണ് പോയത്. ഇവന്മാർക്ക് എന്താ പ്രാന്താണോ എന്ന് നിങ്ങൾ വിചാരിക്കും. ചെറിയൊരു പ്രാന്തൊക്കെ ഉണ്ട്. ചേച്ചി ഉദ്ദേശിച്ചൊരു പെർഫ്യൂം അവിടെ നോക്കിയപ്പോൾ കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ അടുത്ത ഷോപ്പിലോട്ട് വന്നു കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ ഒരു ബ്രാൻഡഡ് പെർഫ്യൂംസ് മാത്രം കിട്ടുന്ന ഒരു ഷോപ്പാണ്. പിന്നെ വാഴ നനയുമ്പോൾ ചീരയും നനയണമല്ലോ എന്നുള്ളൊരു നിയമമുണ്ടല്ലോ. അളിയൻ അവിടെ ചെന്നപ്പോഴും വേറെ ഒരു പെർഫ്യൂം ലിമിറ്റഡ് എഡിഷൻ ആണെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് വീണ്ടും മേടിച്ചായിരുന്നു. ഇതാണ് കേട്ടോ ചേച്ചി ഉദ്ദേശിച്ച പെർഫ്യൂം. അപ്പോൾ എന്തായാലും ഇത്രയും നേരത്തെ പെർഫ്യൂം ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ നല്ല ക്ഷീണം. തൊട്ടടുത്തുള്ള ബ്ലാക്ക് റോസ് കഫേലോട്ടോ ഞങ്ങൾ പോയത്. സംഗതി ചെറിയൊരു കഫേ ആണല്ലോ, നല്ലൊരു ആംബിയൻസ് ആട്ടോ അവിടെ ഉള്ളത്. പിന്നെ ഇവിടുത്തെ പേസ്ട്രീസ് ഒക്കെ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും നല്ല എക്സ്പെൻസീവ് ആണെന്ന്. പക്ഷേ അല്ല കേട്ടോ, ഒരുവിധം എല്ലാ പേസ്ട്രീസും ഒരു 8, 9 ആ റേഞ്ചേ ഉള്ളൂ. അത് മാത്രമല്ല കേട്ടോ, നല്ല അഫോർഡബിൾ റേറ്റിലുള്ള ഡ്രിങ്ക്സ് ഇവിടെ അവൈലബിൾ ആണ്. ഞങ്ങൾ ഇവിടുത്തെ ബോബാറ്റി ട്രൈ ചെയ്യാനാട്ടോ വന്നത്. ഫുട്ബോൾ കളിക്കേണ്ടവർക്ക് ഫുട്ബോൾ കളിക്കാം. പിന്നെ ഇത് കണ്ടോ, ജിമ്മിലെ സൈക്കിളിന്റെ പുറത്തോട്ട് ഒരു മിക്സി അറ്റാച്ച് ചെയ്തേക്കുക. നമ്മൾ ചവിട്ടിയാലേ ബ്ലെൻഡ് ആയി കിട്ടുള്ളൂ. അപ്പോൾ ടൈം പാസിന് പറ്റിയൊരു കിടിലൻ സ്പോട്ടാണിത്. നമ്മൾ ഓർഡർ ചെയ്തത് സ്വീറ്റ് പൊട്ടറ്റോയും ടാരോ ഫ്ലേവേർഡ് ബബിൾ ടീ ആട്ടോ. പിന്നെ ഫുഡ് കണ്ട ഞാപ്പിന്റെ മുഖത്ത് എപ്പോഴും ഇങ്ങനെ ഒരു സന്തോഷം ഉണ്ടാവും. നമ്മൾ ആക്ച്വലി രാവിലെ ഇറങ്ങിയതാട്ടോ പെർഫ്യൂം വാങ്ങിക്കാനായിട്ട്. ഉച്ചയ്ക്ക് ഒരു സമയമായി ഇറങ്ങിയപ്പോഴാണെങ്കിലോ നല്ല വിശപ്പ്. പിന്നെ അളിയും കൂട്ടിയിട്ട് പോയതാണ് ഈ തമിഴ്നാട് റെസ്റ്റോറൻറ്റിലോട്ട്. നമ്മൾ എത്താൻ കുറച്ച് ലേറ്റ് ആയി പോയിട്ടാ. കാരണം എന്താണെന്ന് വെച്ചാൽ നോർമൽ തലപ്പാക്കട്ടി ബിരിയാണി തീർന്നു അവിടെ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ചിക്കൻ ഫ്രൈ ബിരിയാണി ആയിരുന്നു. ഈ ബിരിയാണിയുടെ കൂടെ കോഴിമുട്ട കിട്ടുമ്പോഴുള്ള സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെ ബിരിയാണികളിലൊന്നും ഇപ്പൊ കൊടുക്കുന്നില്ല. എന്താണ് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ബിരിയാണിയാണ് എന്റെ ഫേവറേറ്റ്. കാരണം റൈസിനകത്ത് നല്ല ഫ്ലേവർ ഉണ്ടാവും ഇങ്ങനത്തെ ബിരിയാണി. നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ മിക്കപ്പോഴും ഉച്ചയ്ക്ക് ഈ ഫുഡായിരുന്നു. കാരണം അവിടെയും ഈ തമിഴ്നാട് സ്റ്റൈൽ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു. രാത്രി ആയപ്പോഴത്തേക്കും ഡാഡിയുടെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് സ്പോട്ടിലോട്ടാട്ടോ കൊണ്ടുപോയത്. റൊട്ടാന എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ആണ്. ഞങ്ങളുടെ വീടിന് അടുത്ത് തന്നെയുള്ള റെസ്റ്റോറൻ്റ് ആട്ടോ. ഇവിടെ ഇന്ത്യനും ഫിലിപ്പീനോ ക്യൂസിൻസും ആണ് അവൈലബിൾ. ഒരു നോർമൽ ആംബിയൻസ് ഉള്ള ഒരു സാധാരണ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആട്ടോ ഇത്. പണ്ടൊക്കെ ഫുൾ ഇന്ത്യൻ ഫുഡ് ആയിരുന്നു. ഇപ്പോൾ ഇവിടെ ഫിലിപ്പീനോ ഫുഡും കൂടി ഇവർ നന്നായിട്ട് മെനുവിലോട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഒരു വെറൈറ്റിക്ക് ക്രാബ് മീറ്റ് സൂപ്പാണ് ഓർഡർ ചെയ്തത്. സൂപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ക്രാബ് മീറ്റ് അതിനകത്ത് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മേലെ കിടക്കുന്ന 2 കഷ്ണം മാത്രമേ ഞാൻ കണ്ടുള്ളൂ. പാവം ചേട്ടൻ ഞാൻ വീഡിയോ എടുക്കണം കണ്ടപ്പോഴത്തേക്കും വെക്കണോ വേണ്ടയോ എന്നുള്ള ആശയക്കുഴപ്പത്തിലായിരുന്നു. എന്തായാലും ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം എന്ന് പറയുന്നത് ബാർബിക്യൂ ഫിഷ് ആട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സീബാസ് ആണെന്ന്. അല്ല, ഷേരിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. റൊട്ടാനയിലെ സ്പെഷ്യൽ സാധനം എന്ന് പറയുന്നത് ഷേരിയാണ്. അപ്പോൾ മീഡിയം സൈസ് ഷേരിയും കുബൂസും ആട്ടോ ഇന്നത്തെ ഞങ്ങളുടെ മെയിൻ കോഴ്സ്. സാധാരണ റെസ്റ്റോറൻറ്റ് പോലെ അല്ല കേട്ടോ. നമ്മൾ സ്പൈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ നല്ല സ്പൈസി ആക്കി തരും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു എക്സ്ട്രാ ഗാർലിക് ഡിപ്പും ഒരു സ്പൈസി റെഡ് ചട്നിയും തരും കേട്ടോ. പിന്നെ മീറ്റിൻ്റെ കാര്യം പറയാനാണെങ്കിലോ നല്ല സോഫ്റ്റ് വെൽ കുക്ക്ഡ് മീറ്റ്, നല്ല മാരിനേഷനും കൂടെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ ആ ഗാർലിക് ഡിപ്പിൽ മുക്കി ചെയ്ത് കഴിക്കാൻ. ഈ ഷേരി ഫിഷ് ഖത്തറിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആട്ടോ. അപ്പോൾ ലാസ്റ്റ് ഞങ്ങളെല്ലാവരും മധുരപ്രേമികളാണെന്ന് അറിയാലോ. ലാസ്റ്റ് ഒരു കിഡിലൻ ഫലൂഡയോടുകൂടെ ഞങ്ങളുടെ അന്നത്തെ ദിവസം അവസാനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.